ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അതിൻ്റെ വിശേഷം. ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ഇപ്പം ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ നമുക്ക് നോക്കുകയാണെങ്കിൽ 105 പോയിന്റ് അപ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. S&P ആൻഡ് നാസ്ഡാക്കിന്റെ ക്ലോസിംഗ് പോസിറ്റീവ്ലി ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് പൊതുവെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് നിലനിർത്തുന്നു. FTSE ആൻഡ് CAC 85 ആൻഡ് 142 പോയിന്റ്സ് അപ്സൈഡ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു എന്നുള്ള കാര്യമുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 57 പോയിന്റ്സിന് അപ്സൈഡ് ട്രേഡ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മേ ബി ഒരു ഗ്യാപ്പ് അപ്പ്, ഒരു 50 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന്റെ പോസിബിലിറ്റിയാണ് നിലവിൽ ഉള്ളത്. നിക്കി നോക്കുകയാണെങ്കിൽ 357 പോയിന്റ്സ് അപ്സൈഡ് ട്രേഡ് ചെയ്യാണ്. സ്ട്രേറ്റ് ടൈംസ് 8 പോയിന്റ്സ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ വെയിറ്റഡ് 473 പോയിന്റ് അപ്സൈഡ് ട്രേഡ് ചെയ്യുന്നു. കോസ്പി 74 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. 1% ഡൗൺ ആണ്. ഓക്കെ, അപ്പം നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് പോകാം. നിഫ്റ്റി ഒരു സെല്ലിംഗ് പ്രഷർ ഇന്നലെ നേരിട്ടിരുന്നു. ബട്ട് എന്താ പറയുക, FIAസും BIAസും അഗ്രസീവ് സെല്ലിംഗ് ഒന്നും ഇന്നലെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമ്മളിവിടെ 15 മിനിറ്റ് ചാർട്ടിലേക്ക് നമുക്ക് പോകാം. ഡേ ചാർട്ട് കണ്ട് നെട്ടണ്ട. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് 24,000 മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ 24,000 മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഞാൻ വേറെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യും. അല്ലാത്ത പക്ഷം ഞാനൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് തൽക്കാലം ഇന്നത്തെ ദിവസം നിലനിർത്തുകയാണ്. 24,000 മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഹയർ ടാർഗറ്റ്സിലേക്ക് പോകാം. അതായത് 24,200, 24,300, 24,381 എന്ന റേഞ്ചിലേക്ക് പോകാം. എന്തായാലും ഇതാണ് ഒരു ലിക്വിഡിറ്റി സോൺ മാർക്കറ്റിലേക്കുള്ളത്. 24,000 എന്ന് പറയുന്നത് ഇവിടെ ഒരു സൈക്കോളജിക്കൽ ലെവൽ കൂടെയാണ്. 24,000 ഹോൾഡ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ലെവലും കൂടെ ആണ്. ഓക്കെ, അപ്പം നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് അങ്ങനെ നോക്കിയാൽ മതി. എന്തായാലും മാർക്കറ്റ് 24,000 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ എൻ്റെ വ്യൂ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. ഞാൻ പറ്റുന്ന അത്രയും ന്യൂസ്, എൻ്റെ പേഴ്സണൽ ട്രേഡ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ ഗ്രൂപ്പിലിട്ടൊരു സ്റ്റോക്കാണ് ആദിത്യ ഇൻഫോടെക്. അപ്പോൾ അതിൻ്റെ ചാർട്ടൊന്ന് നമുക്ക് നോക്കാം. ആദിത്യ ഇൻഫോടെക് CP+ എന്നാണ് പേര് വരുന്നത്. അപ്പോൾ ആദിത്യ ഇൻഫോടെക് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രേക്കൗട്ട് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു നല്ല ഡിമാൻഡ് സോണിൽ നിന്നുള്ള റീട്രേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഒരു പുതിയ സപ്ലൈ ബ്രേക്കും ചെയ്തിട്ടുണ്ട്. അപ്പം 3,500 നല്ലൊരു സപ്പോർട്ടാണ്. 3,265 നല്ലൊരു സപ്പോർട്ടാണ്. എൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 4,000 ആണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മോർണിംഗ് സെഷനിൽ എൻ്റർ ആവാനെന്നാണ് ഞാൻ കരുതുന്നത്. ഇതുവരെ എൻ്റർ ആയിട്ടില്ല. ഓക്കെ, പിന്നെ വേൾപൂൾ ചാർട്ടുണ്ട്. വേൾപൂൾ ഞാൻ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേൾപൂള് ഒരു റേഞ്ച് എക്സ്പാൻഷൻ്റെ പോസിബിലിറ്റി ഉണ്ട്, നല്ലൊരു ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 841 ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് നമുക്ക് എൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 1,000 ആണ്. ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് കുറച്ച് ഹയർ ടാർഗറ്റാണ് വെച്ചിരിക്കുന്നത്. അതായത് മോസ്റ്റ്ലി ഒരു 20% മിനിമം ഞാൻ ഇതിൽ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആൻഡ് അതിനുശേഷം 20% ക്യാച്ച് ചെയ്ത ശേഷം ഞാനൊരു കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ശേഷം ഞാൻ അടുത്തത് 1,200 ടാർഗറ്റ് ചെയ്യും. ഒരു ബേസ് ബ്രേക്ക്ഔട്ടാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഞാൻ എന്തായാലും എൻ്റെ ഒരു ആവറേജ് പ്രൈസ് ഇന്ന് ഞാൻ കുറച്ചും കൂടെ വാങ്ങുന്നതായിരിക്കും. ഇപ്പോൾ റീറ്റസ് സോൺ എന്ന് പറയുന്നത് 750 റേഞ്ച് നല്ല റീറ്റസ് സോണായിട്ട് ആക്ട് ചെയ്യാം. ഒരു പുൾ ബാക്ക് വരുവാണെങ്കിൽ തന്നെ 780 to 95 റേഞ്ച് നല്ലൊരു പുൾ ബാക്ക് സോണായിട്ട് നമുക്ക് കണക്കാക്കാം. എന്തായാലും വേൾപൂൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്കെല്ലാം ഫോക്കസ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ എന്താ പറയുക, ഞാനിത് റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നതല്ല, ഞാൻ വാങ്ങാൻ പോകുന്ന സ്റ്റോക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്ത് വരുന്ന ഒരു 2 മാസം 3 മാസം ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, 2 സ്റ്റോക്ക് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചാർട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.